നമസ്കാരം. നമ്മുടെയൊക്കെ മനസ്സിൽ പൂജ കഴിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ഗണപതി, ഇല്ലെങ്കിൽ ഗണപതി പൂജയ്ക്ക് ശേഷമാണ് നാം ബാക്കിയുള്ള ദേവന്മാർ, ദേവതകൾക്കെല്ലാം തന്നെ പൂജ കഴിക്കുന്നത് എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഗണപതിയാണ്. ക്ഷേത്രങ്ങളിലെല്ലാം പോയാൽ തന്നെ നാം ആദ്യം ഗണപതിയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. അതിനുശേഷം മറ്റു ദേവന്മാരെ, പ്രധാന ദേവന്മാരെയൊക്കെ നാം മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കും, അവരവരുടെയൊക്കെ ശ്ലോകങ്ങൾ ജപിക്കുന്നു, എന്നിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പം ഗണപതി എന്നുള്ളത് ആദ്യം എന്നുള്ള വസ്തുത മനസ്സിൽ കിടപ്പുണ്ട്. ഇതിങ്ങനെ ആസേതു ഹിമാചലം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള സാധാരണക്കാരുടെ മനസ്സിൽ കിടക്കുന്ന ഒരു വസ്തുതയാണ്. അപ്പം ഗണപതി ആദ്യമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഹവനം നടക്കുന്ന വേളയിൽ, ഇല്ലെങ്കിൽ ഏത് വേദപാരായണ സദസ്സുകളിലും മറ്റു ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നതിന് മുന്നേയുള്ള സമയത്തും ആദ്യം നാം ഗുരുവിനെ സ്മരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഗുരു ശ്ലോകങ്ങൾ, ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു എന്നുള്ളത്, അതിനുശേഷം ഗണപതി ഇങ്ങനെ പാരായണം ചെയ്ത് മുന്നോട്ട് പോകുന്നു. പൂജാതി വിഷയങ്ങളിൽ ഗണപതി പൂജ നടത്തുന്നു. ഏതൊരു വിശേഷ ദിവസങ്ങളിലും വിശേഷ പൂജാതി ക്രിയകളിലും കലശാദി ക്രിയകളിലും ഹവനം നടത്തുമ്പോഴും ഗണപതി പൂജ, ഗണപതി പ്രാർത്ഥന അനിവാര്യമാണ്. ഈ സന്ദർഭം ഏവരും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇത് കേൾക്കണം. കാരണം ഈ ഓരോ ശാസ്ത്ര വിഷയങ്ങൾ ഏത് സന്ദർഭത്തിൽ ആര്, എങ്ങനെ, എവിടെ, എപ്പോൾ പറഞ്ഞു എന്നുള്ള രീതിക്ക് വേണം എടുക്കുവാനായിട്ട്. ഇവിടെ ഗണപതിയെക്കുറിച്ചാണ് ചിന്ത. സാധാരണയായി നാം വീടുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഗുരു ശ്ലോകം കഴിഞ്ഞ് ഗണപതിയുടെ ശ്ലോകം പോകും. ഇവിടുത്തെ വസ്തുത അതല്ല, ഇവിടുത്തെ വിഷയം അതല്ല. ഇവിടുത്തെ വിഷയം ഗണപതി പൂജയ്ക്ക് മുമ്പേ എന്താണ്, ഇല്ലെങ്കിൽ ആദ്യമായി വൈദിക കർമ്മങ്ങളിൽ ഉരുവിടുന്ന ശ്ലോകം, ആ ശ്ലോകം എന്താണ് എന്നുള്ളത്. ആദ്യമായി നാം പ്രാർത്ഥിക്കുന്നത്, ഒരുപക്ഷെ ഇതൊരു പുതിയ അറിവായിരിക്കും, ആദ്യം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ രാജാവിന് നല്ലത് വരണേ എന്നുള്ളതാണ്. രാഷ്ട്രത്തിന് നല്ലത് വരണേ എന്നുള്ള ശ്ലോകമാണ്. സ്തുതിയാണ്, സൂക്തത്തിലുള്ള വാക്കാണ്, ഋഗ്വേദത്തിലുള്ളതാണ്. ധ്രുവൻ തേ രാജാ വരുണോ ധ്രുവൻ ദേവോ ബൃഹസ്പതി ധ്രുവന്ത ഇന്ദ്രശ്ചാഗ്നിശ്ച രാഷ്ട്രം ധാരയതാം. ധ്രുവം എന്ന് പറയുന്നു. ധ്രുവം എന്ന വാക്കിന് ഒരുപാട് മീനിങ് ഉണ്ട്. ഇവിടെ അന്വർത്ഥമാക്കുന്നത് സ്റ്റെബിലിറ്റി. രാഷ്ട്രത്തിന് സ്റ്റെബിലിറ്റി ഉണ്ടാകട്ടെ, രാജാവിന്, അതായത് നമ്മുടെ ഗവൺമെന്റ്, ആരാണോ നമ്മെ ഭരിക്കുന്നത്, അവർക്ക് നന്മയുണ്ടാകട്ടെ, സ്റ്റേബിൾ ആവട്ടെ. അവർ നന്നായാലേ പ്രജകൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ എന്നുള്ള വസ്തുതയാണ്. അപ്പം ആദ്യത്തെ സൂക്തമാണ്. ഏതൊരു വൈദിക കർമ്മങ്ങളിലും, വൈദിക ക്രിയകളെല്ലാം തന്നെ അനുഷ്ഠിക്കുമ്പോൾ ആദ്യം ഉരുവിടുന്ന 2 വരി പ്രാർത്ഥന മന്ത്രം, ഋഗ്വേദത്തിലുള്ള മന്ത്രം ഇതാണ്. ഒന്നുകൂടി പറയാം. ധ്രുവം തേ രാജാ, പിന്നെ പറയുകയാണ് വരുണൻ. ധ്രുവൻ തേ രാജാ വരുണോ ധ്രുവൻ ദേവോ ബൃഹസ്പതി. അപ്പോൾ ഗുരു, ദേവഗുരു നമുക്ക് ഏവർക്കും മംഗളം നൽകട്ടെ, സ്റ്റെബിലിറ്റി നൽകട്ടെ എന്നുള്ളതാണ്. ഒരുപാട് മീനിങ്ങിനുണ്ട്, അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇവിടെ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയാണ്. ഗണപതിക്ക് മുമ്പ് എന്തായിരുന്നു എന്നുള്ളതാണ്. ഇന്നും എല്ലാ വൈദിക ക്രിയകളിലും അതിലൊക്കെ പങ്കുകൊണ്ടാൽ മനസ്സിലാവും. ആദ്യത്തെ ശ്ലോകം പുരോഹിതന്മാരെല്ലാം ഇരിക്കുമ്പോൾ ആദ്യം ഈ മണി അടിച്ചിട്ട് തുടങ്ങുന്ന ശ്ലോകം ഇത് തന്നെയാണ്. ധ്രുവന്തേ രാജാ രാഷ്ട്രം ധാരയതാം ധ്രുവം. രാഷ്ട്രം നന്നായിരിക്കണം എന്നുള്ള ഒരു സന്ദേശം. ഇവിടെ രാഷ്ട്രം എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക എന്താണ് സെക്യുലറിസം എന്നുള്ളത്. ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ ഇന്ന മതസ്ഥർ, ഇന്ന ആൾക്കാർ, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ, രാഷ്ട്രത്തിലുള്ള എല്ലാവരും നന്നായിരിക്കണം, രാഷ്ട്രം നന്നാവണം, രാഷ്ട്ര പുരോഗതി ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥന കഴിഞ്ഞ ശേഷമാണ് ഗണപതിയെക്കുറിച്ചുള്ള ചിന്ത പോലും വരുന്നത്. എത്ര മഹത്തായ വചനമാണെന്ന് ഏവരും ഒന്ന് ചിന്തിക്കുക, ശ്രദ്ധിക്കുക. നമസ്കാരം.